ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പുതിയ വളപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൈറ്റ് ബീച്ച് പാർക്കിലാണുള്ളത്. കാഞ്ഞങ്ങാട് നിന്നും ഏകദേശം 5 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ളത്. അപ്പം കഴിഞ്ഞ ആഴ്ച നമുക്ക് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ഈ ബീച്ചിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വരിക, കാഴ്ചകൾ കാണുക. നമുക്ക് എവിടെ പോയാലും കുറച്ച് കുട്ടികളെ എന്തായാലും കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ ഇവർ നമ്മളോട് വന്ന് ചോദിച്ചു യൂട്യൂബ് ചാനലാണോ എന്നൊക്കെ ചോദിച്ച് വന്നെയാണ്. എന്നിട്ട് കുറച്ച് സംസാരിച്ചു. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ടിക്കറ്റ് കൗണ്ടർ ആയിരിക്കാം, നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഊഹം വെച്ച് പറയുകയാണ് ടിക്കറ്റ് കൗണ്ടർ ആയിരിക്കാം. ഇവിടെ ഇപ്പം പണിയൊന്നും കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ടിക്കറ്റ് ഇല്ലാത്തത്. അപ്പം ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ടിക്കറ്റ് കൗണ്ടർ ആവാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുളയിൽ ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ അകത്തേക്ക് കുറേ ചെടികളൊക്കെ വെച്ചിട്ടാണ് കാണുന്നുള്ളത്. നമുക്ക് ഇനി ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ അടിപൊളിയായിട്ട് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് ആദ്യം തന്നെ നമ്മൾ കയറുമ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ഷീണിച്ച് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ ഇരുന്ന് നല്ല പോലെ വിശ്രമിക്കാം. നല്ല ഒരു വെയിലൊന്നും ഇല്ലാത്തൊരു സ്ഥലം, നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കോർട്ടിൻ്റെ ജോലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഫുഡ് കോർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റായി വെച്ചിട്ടുണ്ട്. ബൾബാണെങ്കിലും എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇവിടെ സെറ്റായി കാണുന്നില്ല. അപ്പം കുറച്ച് പണിയൊക്കെ ബാക്കിയുണ്ട്. അപ്പം ഉടൻ തന്നെ തീരുമെന്നായിരുന്നു നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയാണ് ഇവിടെ. സായാഹ്നങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. പണി ഇതുവരെയായിട്ടും തീർന്നില്ല, കുറച്ച് പണിയൊക്കെ ബാക്കിയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സെറ്റപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ സായാഹ്നങ്ങളിലെ ആ ഒരു കാറ്റും ഈ ഒരു കടലിൻ്റെ ആ ഒരു വ്യൂവും ഒക്കെയായി അടിപൊളി വൈബാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നല്ല രസമാണ്. ഈ ഒരു വൈകുന്നേരമൊക്കെ അറിയാത്തവരിലേക്ക് എത്തിക്കുകയാണ്. കാഞ്ഞങ്ങാട്ടുകാരാണ് നിങ്ങളെങ്കിൽ വൈകുന്നേരങ്ങളിൽ കുട്ടികളെയൊക്കെ കൂട്ടി വരാൻ പറ്റിയ നല്ലൊരു ബീച്ച് പാർക്കാണ് നമ്മുടെ കൈറ്റ് ബീച്ച് പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, അതിമനോഹരമാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഷോപ്പ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അവിടെ വാട്ടർമെലൺ, അതുപോലെ തന്നെ പൈനാപ്പിൾ, പപ്പായ, ഇത് മൂന്നുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ വാട്ടർമെലൺ മേടിച്ചിട്ടുണ്ട്. വാട്ടർമെലണിന് എത്രയായിട്ട് പൈസ? 10 രൂപയാണ്. അപ്പോൾ വാട്ടർമെലണിൻ്റെ ഈടാക്കുന്നത്. പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്, സാധനത്തിന് ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ബീച്ചിൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇത്, അത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ബീച്ചിൻ്റെ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ കാഞ്ഞങ്ങാടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളിൽ എത്തിക്കാമെന്നുള്ള ആ ഒരു ഉദ്ദേശം വെച്ച് മാത്രമാണ് നമ്മൾ ബീച്ചിൻ്റെ വീഡിയോസ് ഇടുന്നത്. അപ്പം നിങ്ങൾക്കത് അരോചകമായിരിക്കാം, പക്ഷേ എല്ലാ വീഡിയോസും നിങ്ങളിൽ എത്തണം എന്നുള്ള ആ ഒരു ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ. അപ്പം മാക്സിമം എൻജോയ് ചെയ്യാം.
സേവ് ദ ഡേറ്റ്, അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി, അതുപോലെ തന്നെ ബ്രൈഡൽ ഷോവർ, അങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളതിന് കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പാർട്ടീസും ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു വൈബാണ് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ. ഇവിടുത്തെ കാഴ്ചകളും അതിമനോഹരമാണ്. കുട്ടികൾക്കുള്ള കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. ഒരു വൈകുന്നേരം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ്. സൺഡേസൊക്കെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ കടലിൽ ഇറങ്ങുന്നതിന് മുന്നറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. വേറെ ലെവലാണ് കേട്ടോ, നല്ലൊരു കാഴ്ചയാണ് ഇവിടെ. അപ്പോൾ ഗായ്സ്, ഇവിടെ മനോഹരമാണ്. കുറച്ചുകൂടെ വിപുലീകരിച്ചാൽ അതിമനോഹരമാവുമായിരുന്നു. പക്ഷേ ഇനിയും കുറച്ചൊക്കെ പണി ബാക്കി ആണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇനിയും വരും, എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ വരും. ഇപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഫുഡ് കോർട്ട് അതുപോലുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ സെറ്റാവാനുള്ളത്. പക്ഷേ എന്തായാലും ഇത് മനോഹരമാണ്. വൈകുന്നേരങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ്. കൂടെ പഠിക്കുന്ന സുഹൃത്തിന് വേണ്ടിയിട്ട് ബ്രൈഡ് ഷോവർ പാർട്ടി നടത്താനാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ കണ്ടപ്പോൾ നമ്മളെ അടുത്ത് വന്ന് ഇവരും സംസാരിച്ചു, നമ്മളോട് ജോയിൻ ചെയ്തു. കൈറ്റ് ബീച്ചിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളയിൻ്റെ അവിടെ കുറേ പ്ലാന്റ്സ് വെച്ചിട്ട് കണ്ടു. അപ്പം ഇവിടെ അത് വിൽക്കപ്പെടുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പ്ലാന്റ്സും അതുപോലെ തന്നെ തെങ്ങിൻ തൈകളൊക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ചെടികളാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ അധികവും വളർത്താൻ ആഗ്രഹിക്കുന്ന അത്രയും നല്ല ചെടികളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പം ആവശ്യക്കാർക്ക് വാങ്ങുകയും ചെയ്യും. ഇതാണ് ഇവിടുത്തെ വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യം ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് നല്ലൊരു പ്ലേസ് തന്നെ ഉണ്ട് വാഹന പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ.